ഓക്കെ, നമുക്ക് ആ ഇൻകം ടാക്സിന്റെ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യമാണ്. അപ്പൊ നോക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് ടാക്സ് ബേസ് ആൻഡ് ടെമ്പററി ഡിഫറൻസസ് ഫ്രം ദി ഫോളോയിങ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ പോർട്ട്ഫോളിയോ ട്രേഡ് ഡെപ്റ്റർ വിത്ത് സിമിലർ ക്രെഡിറ്റ് റിസ്ക് characteristics as a carrying amount of rupees 8,000 after recognizing a bad debt provision 250. And ബാക്കിയുണ്ട്. The original amount of rupees 8,250 has already been included in taxable profit. The provision for bad debt is not deductible, but would be so when the individual assets are derecognized. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ടാക്സ് ബേസ് ആണ്, അസറ്റ് ആണ്. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? ക്യാരിങ് എമൗണ്ട് അസറ്റ് മൈനസ് ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ട് പ്ലസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട്. ക്യാരിങ് എമൗണ്ട് എത്ര ക്വസ്റ്റ്യനുള്ള? 8,000. അത് ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് ടാക്സബിൾ പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ട് ഒന്നുമില്ല, ഇല്ല. ആ 250 രൂപ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. എപ്പോഴും മൈനസ് ചെയ്യാൻ പറ്റുക? കണ്ടാ, ആ പ്രൊവിഷൻ മൈനസ് ചെയ്യാൻ പറ്റുക ഇൻഡിവിജ്വൽ അസറ്റ് ഡീറെക്കഗ്നൈസ് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും അക്കൗണ്ട് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇൻഡിവിജ്വൽ അസറ്റ് ഡീറെക്കഗ്നൈസ് ചെയ്യണം, അത് മസ്റ്റ് ആണ്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ 250 ആ സമയത്ത് കണ്ടോ, ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് 250 എടുക്കാം. അപ്പൊ ടോട്ടൽ ടാക്സ് ബേസ് കിട്ടി 8,250. ക്യാരി എമൗണ്ടോ 8,000. ഏതധികം? ടാക്സ് ബേസ്. എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അസറ്റില് ടാക്സ് ബേസ് അധികം എന്താ വിളിക്കുക? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. എത്ര കിട്ടുക? 8,250 8,000 വ്യത്യാസം 250. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ലാബിലിറ്റി കോസ്റ്റ് ആണ്. അവിടെ 2 ലക്ഷം ലോങ് സർവീസ് ലീവ് ആണ്, ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല ലോങ് ലീവ് സർവീസ് പെയ്ഡ് ചെയ്യുന്നവരെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച്. എങ്ങനെ ടാക്സ് ബേസ് ലാബിലിറ്റി ആകുമ്പോൾ ഇക്വേഷൻ എന്താ? ക്യാരിങ് എമൗണ്ട് ലാബിലിറ്റി മൈനസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് പ്ലസ് ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ട്. ക്യാരിങ് എമൗണ്ട് എത്ര കിട്ടുക? 2.5 ലക്ഷം അല്ലെ? അതെ, 2.5 ലക്ഷം. ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ലോങ് സർവീസ് ലീവ് പെയ്ഡ് ചെയ്യുന്ന ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല. തീർച്ചയായിട്ടും ലോങ് സർവീസ് ലീവ് പേ ചെയ്യേണ്ട ഒരു അവസരം വരും, അല്ലാതെ എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ 2.5 ലക്ഷം ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് എടുത്തു. ഫ്യൂച്ചർ ടാക്സബിൾ എമൗണ്ടോ എന്തായാലും ലാബിലിറ്റി ആണ്, അപ്പൊ ടാക്സ് ഒന്നും വരില്ല, നില്ല് കേട്ടോ. അപ്പൊ ഇവിടെ 2.5 ലക്ഷം മൈനസ് 2.5 ലക്ഷം പ്ലസ് നിൽ. അപ്പൊ എത്ര കിട്ടുക? നില്ല് കിട്ടും. ലാബിലിറ്റി ആണ്. ഏതധികം? ക്യാരി എമൗണ്ട്. ക്യാരി എമൗണ്ട് ആണ് അധികം ഉണ്ടാവുക, 2.5 ലക്ഷം. ടാക്സ് ബേസ് നില്ലാണ്. ലാബിലിറ്റി ആണ്. ക്യാരി എമൗണ്ട് അധികമായ എന്താ വരിക? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. കേട്ടോ, പഠിച്ചാണ്. അത് കിട്ടുക 2.5 ലക്ഷം നില്ല് നമ്മളെ വ്യത്യാസം 2.5 ലക്ഷം. ഓക്കെ, അടുത്ത ഒരു റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിൽ 4,000. റെന്റൽ ഇൻകം ഫ്യൂച്ചറിൽ ടാക്സിബിൾ ആയിരിക്കും. അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ടെനൻസ്. കേട്ടോ, ഇപ്പൊ റെന്റ് കിട്ടി, മുൻകൂട്ടി കിട്ടി, അതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. അപ്പോ അങ്ങനെ റവന്യൂ മുൻകൂട്ടി കിട്ടിയ ടാക്സ് ബേസിന്റെ ഇക്വേഷൻ ചേഞ്ച് ഉണ്ട്, പഠിച്ചിട്ടുള്ളത്. ക്യാരിങ് എമൗണ്ട് ഓഫ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മൈനസ് എമൗണ്ട് ഓഫ് റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ടാക്സിബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ്. അപ്പൊ ക്യാരിങ് എമൗണ്ട് ഓഫ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 4,000. എമൗണ്ട് ഓഫ് റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ടാക്സിബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഭാവിയില് ടാക്സിബിൾ ആവാത്ത എമൗണ്ട്. ഈ 4,000 ഭാവിയിൽ ടാക്സിബിൾ ആവും. അതുകൊണ്ട് ടാക്സിബിൾ ആവാത്ത എമൗണ്ട് ഒന്നും ഇല്ല, അത് നില്ലാണ്. മൊത്തത്തിൽ കണ്ട് 4,000 കിട്ടുക. ടാക്സ് ബേസ് 4,000 ആണ്, ക്യാരി എമൗണ്ട് 4,000 ആണ്. സംശയമില്ല. അപ്പൊ ഇവിടെ ഈ ടെമ്പററി ഡിഫറൻസ് ഇല്ല, ടാക്സിബിളോ ഇല്ല, ഡിഡക്റ്റബിളോ നിൽന്ന കിട്ടുക കേട്ടോ. രണ്ടും ഈ ടാക്സ് ബേസും ക്യാരി എമൗണ്ട് ഈക്വൽ ആയാലേ ഈ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് ഉണ്ടാവില്ല, ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു റോയൽറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ലൈസൻസ് ടെക്നോളജി യൂസേഴ്സിന്റെ അടുത്ത് റോയൽറ്റി 35,000 ബാലൻസ് ഷീറ്റ് ഡേറ്റില് റോയൽറ്റി ക്യാഷ് ബേസിലാണ് ടാക്സിബിൾ ആവുക. റോയൽറ്റി ഇൻകം ഇസ് ഡെഫേർഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ പീരിയഡ് ടു വിച്ച് ഇറ്റ് റിലേറ്റ്. ഡെഫേർഡ് ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ റോയൽറ്റി കാണിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ മുൻകൂട്ടി കിട്ടുന്നതല്ലേ. നോക്കൂ, റോയൽറ്റി ഫോർ യൂസേഴ്സ് ലൈസൻസ് ടെക്നോളജി 35,000 ബാലൻസ് ഷീറ്റ് ഡേറ്റില് റോയൽറ്റി ക്യാഷ് ബേസിലാണ് ടാക്സിബിൾ ആവുള്ളൂ. പിന്നെ റോയൽറ്റി ഡെഫേർഡ് എന്ന് വെച്ചാൽ അത് മുൻകൂട്ടി കിട്ടിയ തന്നെ മീനിങ്. അപ്പൊ മുൻകൂട്ടി റവന്യൂ കിട്ടിയ ടാക്സ് ബേസിന്റെ ഇക്വേഷൻ എന്താ? ക്യാരി എമൗണ്ട് ഓഫ് റവന്യൂ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 35,000. എമൗണ്ട് ഓഫ് റവന്യൂ ദാറ്റ് വിൽ നോട്ട് ബി ടാക്സിബിൾ ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഇപ്പൊ റോയൽറ്റി ക്യാഷ് ബേസിലാണ് ടാക്സിബിൾ, ഇപ്പൊ കിട്ടി, അപ്പൊ തന്നെ എന്താവും? ടാക്സിബിൾ ആവും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ടാക്സിബിൾ ആവാത്ത എമൗണ്ട് ഓഫ് റവന്യൂ
ദാറ്റ് വിൽ നോട്ട് ബി ടാക്സിബിൾ ഇൻ ഫ്യൂച്ചർ പീരീഡ്. ഫ്യൂച്ചർ പീരീഡ് ടാക്സിബിൾ ആവാത്ത എത്ര എമൗണ്ടാ? 35,000. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? നിൽ കേട്ടോ. ടാക്സ് ബേസ് എത്ര കിട്ടി? നില്ല് കിട്ടി. ഓക്കെ, ടാക്സ് ബേസ് നില്ല് കിട്ടി. ആ ടാക്സ് ബേസ് നില്ല് കിട്ടിയപ്പോ എന്ത് ഡിഫറൻസ് വരിക? ഏതാ എമൗണ്ട് അധികം? ക്യാരി എമൗണ്ട് അധികം. അപ്പൊ ഏതാ വരിക? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. 35,000 എന്ത് മൈനസ് ചെയ്യുക? ഇവിടെ നില്ല് മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 35,000 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കത് entity has the following asset and liability recorded in its balance sheet at 31st December 2019. Particulars amount carrying value million. നോക്കത് പ്രോപ്പർട്ടി 20, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 15, ഇൻവെന്ററി 14. ഇതൊക്കെ ക്യാരി എമൗണ്ട്. ട്രേഡ് റിസീവബിൾ 13, പിന്നെ ട്രേഡ് പേയബിൾ 18, അതുപോലെ ക്യാഷ് 12. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ക്യാരിങ് എമൗണ്ട് ആയിട്ടുള്ളൂ. ഇനി അതിന് ബാക്കി ഉണ്ടാവും കേട്ടോ. The value for tax purpose of property and for plant and equipment 17 million 14 million. അപ്പൊ അതിന് ടാക്സ് ബേസ് ആണത്. ആ ടാക്സ് പർപ്പസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടാക്സ് ബേസ് ആണ്. Entity has made a provision for inventory obsolescence. Inventory obsolescence ബന്ധപ്പെട്ട provision 2 million. അത് allowable, not allowable for tax purpose under the inventory is sold. Okay, ബാക്കിയുണ്ട്. ഒരു ഇമ്പയർമെന്റ് ചാർജ് ഉണ്ട് ട്രേഡ് റിസീവബിൾസ് അഗൈൻസ്റ്റ് ആയിട്ട് 1 million. This charge does not relate to any specific trade receivable, but to the entity's assessment of the overall collectivity of the amount. And question, the charge will not be allowed in the current year for tax purpose, but will be allowed in future. Income tax paid 30%. Deferred tax portion കണ്ടുപിടിക്കുക. A deferred tax liability അല്ല deferred tax asset വരും, അത് കണ്ടുപിടിക്കണം. അപ്പോൾ deferred tax portion കേട്ടോ. എങ്ങനെ വരും നോക്കുക. ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കണം. അപ്പോൾ പെർട്ടിക്കുലർ ക്യാരി വാല്യൂ, ടാക്സ് ബേസ്, ടെമ്പററി ഡിഫറൻസോ അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ഡിഫറൻസോ. ഇവിടെ പ്ലസ് ആയി കാണിച്ചത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്, മൈനസ് ആയി കാണിച്ച ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. ഈ ടെമ്പററി ഡിഫറൻസ് വെച്ചാൽ ഒന്നുകിൽ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആയിരിക്കാം. ഇവിടെ ഈ 3 ടാക്സബിൾ ടെമ്പററി ഡിഫറൻസും 2 ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസും. ഓരോന്നേ നോക്കാം. പ്രോപ്പർട്ടി അതിന്റെ ക്യാരി വാല്യൂ ക്വസ്റ്റ് എടുക്കുക. എത്ര പ്രോപ്പർട്ടിയുടെ ക്യാരി വാല്യൂ നോക്കാം. ആദ്യം ക്യാരി വാല്യൂ നോക്കാം നമുക്ക്. 20, 15, 14, 13, 8, 12. അപ്പൊ ഇതിന് സംശയം ഉണ്ടാവില്ല. അപ്പൊ നോക്കുക. 20, 15, 14, 13, 8, 12. അപ്പൊ സംശയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ക്യാരി വാല്യൂ കിട്ടി കേട്ടോ. ക്യാരി വാല്യൂ കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് ഇതൊന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ക്യാരി വാല്യൂ കിട്ടി. ഇനി ടാക്സ് ബേസ്. ടാക്സ് ബേസ് നോക്കുക. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും ഓരോന്നിന്റെ. കണ്ടോ, പ്രോപ്പർട്ടിയുടെ 17 അല്ലെ? അതെ. പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 14. അങ്ങനല്ലേ നോക്കുക. പ്രോപ്പർട്ടിയുടെ 17, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 14. അതുപോലെ ഈ ട്രേഡ് പേയബിളിന്റെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ക്യാരി വാല്യൂവിന് ടാക്സ് ബേസ് 8. ക്യാഷിന്റെ ഒന്നും കൊടുത്തില്ല. അപ്പൊ ക്യാരി വാല്യൂ ടാക്സ് ബേസ് 12. അപ്പൊ പ്രോപ്പർട്ടിയുടെ എല്ലാം കിട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എല്ലാം കിട്ടി, ട്രേഡ് പേയബിളിന്റെ എല്ലാം കിട്ടി, ക്യാഷിന്റെ എല്ലാം കിട്ടി. ബാക്കി കണ്ടിട്ട് നിൽക്കട്ടെ. അത് നമുക്ക് ഇന്ന് നോക്കാം. ഇവിടെ 20 അസറ്റ് ആണ്, ക്യാരിങ് എമൗണ്ട് അധികം. അപ്പൊ ഏതാ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് 3. പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ക്യാരി എമൗണ്ട് അധികം, അപ്പൊ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് 1. ഈ ട്രേഡ് പേയബിളിന്റെ കേസിൽ 8 - 8 0, ക്യാഷിന്റെ കേസിൽ 12 - 12 0. ഇനി 2 കേസ് നോക്കാളെ. ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾ. ഇൻവെന്ററിയുടെ ക്യാരി വാല്യൂ 14, ട്രേഡ് റിസീവബിളിന്റെ ക്യാരി വാല്യൂ 13. ടാക്സ് ബേസ് നോക്കാളെ. അതാണ് ഇതിൽ പോയിന്റ് ഹോസ്റ്റിൽ കൊടുത്തത്. എന്തൊക്കെ പോയിന്റ് നോക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന എൻറ്റിറ്റി ഇൻവെന്ററിക്ക് ഇൻവെന്ററി ഒബ്സലൻസിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ വെക്കേണ്ട 2 million ആണ്. അത് ടാക്സ് പർപ്പസിന് അലൗബിൾ അല്ല. ഇൻവെന്ററി സോൾവ് ചെയ്യുന്നവർ അലൗബിൾ അല്ല. ഇൻവെന്ററി സോൾവ് ചെയ്യുമ്പോൾ അലൗബിൾ ആണ്. അതാണ് മീനിങ്. അപ്പൊ തീർച്ചയായിട്ടും ഇൻവെന്ററി സോൾവ് ചെയ്യും. അത് അങ്ങനെ വിചാരിക്കണം. എന്തായാലും സോൾവ് ചെയ്യും, വിൽക്കും. അപ്പൊ നോക്കാം. അസറ്റ് ആണ്. എന്താ ഇക്വേഷൻ വരിക? ടാക്സ് ബേസിന്റെ ക്യാരി എമൗണ്ട്. ക്യാരി എമൗണ്ട് എത്ര വരിക? 14 അല്ലെ? 14 മൈനസ് അസറ്റ് ആകുമ്പോൾ നേരത്തെ ക്വസ്റ്റ്യനെ കണ്ടു. ടാക്സ് ബേസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. അസറ്റിന്റെ എന്തായിരുന്നു? ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട് -8, ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട് കൂട്ടണം. അപ്പൊ നോക്കാം. ഫ്യൂച്ചർ ടാക്സിബിൾ എമൗണ്ട് ഇൻവെന്ററി ആണ്. തീർച്ചയായിട്ടും അത് വിൽക്കുമ്പോൾ അത് ഫുൾ ആയിട്ട് എന്താവും? ടാക്സിബിൾ ആവും. 14 മൈനസ് ചെയ്യും. എന്താ കൂട്ടണ്ട്? ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ എമൗണ്ട്
കൂട്ടണം. തീർച്ചയായിട്ടും ഇൻവെന്ററി വിൽക്കുന്ന സമയത്ത് ആ ഇൻവെന്ററി നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ക്ലെയിം ചെയ്യാം. ഓപ്പൺ സ്റ്റോക്ക് എല്ലാം പഠിച്ച ഓപ്പൺ സ്റ്റോക്ക് പർച്ചേസ് എല്ലാം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അലോബിൾ എക്സ്പെൻഡിച്ചർ 14 ക്ലെയിം ചെയ്യാം. ഈ 2 രൂപ ആസെറ്റ് ഇൻവെന്ററി സോൾവ് ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി അപ്പൊ ക്ലെയിം ചെയ്യാം. അപ്പൊ ടോട്ടൽ 16 ക്ലെയിം ചെയ്യാം. അപ്പൊ ഉണ്ടാവും 14 - 14 + 16 ഉത്തരത്തിൽ കിട്ടുക 16. അപ്പൊ ഇവിടെ അസറ്റ് ആണ് ഏത് കൂടി ടാക്സ് ബേസ് കൂടി. അസറ്റിൽ ടാക്സ് ബേസ് കൂടി എന്താ വരിക? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് 2 അതാണ് ബ്രാക്കറ്റ് കാണിച്ചത്. ട്രേഡ് റിസീവബിളിന്റെ കേസിൽ നോക്കുക. എന്താ കേസ്? ട്രേഡ് റിസീവബിളിന്റെ കേസിൽ ഒരു ഇമ്പയർമെന്റ് ചാർജ് ഒരു 1 മില്യൺ ഒക്കെ ഉണ്ട്. അത് എങ്ങനെ അതിന്റെ കാര്യം അത് കറന്റ് ഇയറിൽ പറ്റില്ല, അത് ഫ്യൂച്ചറിൽ അലോബിൾ ആണ്. ഫ്യൂച്ചറിൽ എന്തായാലും കിട്ടും. ഓക്കെ, ഇപ്പൊ ഇൻവെന്ററി ചെയ്തപോലെ തന്നെ 13 ക്യാരി എമൗണ്ട്. ഫ്യൂച്ചർ ടാക്സ് എമൗണ്ട് തീർച്ചയായിട്ടും അസറ്റ് ആകുമ്പോൾ അതിന്റെ എമൗണ്ട് ഫുൾ ആയിട്ട് ഫ്യൂച്ചർ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ 13 അസറ്റ് ആകുമ്പോൾ അങ്ങനെയാണ്. 13 പ്ലസ് ഈ ഫ്യൂച്ചർ റെക്ടുവൽ എമൗണ്ട്, അത് ഈ 13 രൂപ ഈ ട്രേഡ് റിസീവബിൾ ആണ്. ആ 13 രൂപ തീർച്ചയായിട്ടും നമുക്ക് മറ്റേ ഫ്യൂച്ചറിലെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് മൈനസ് ചെയ്യാവുന്ന എമൗണ്ട് ആണ്. അപ്പൊ ആ 13 അതിന്റെ കൂടെ 1 രൂപയും കൂടി ഇവിടെ, 1 രൂപയല്ല 1 മില്യൺ എന്നൊക്കെ കേട്ടോ. അതൊക്കെ എല്ലാം മില്യണിലാണ്. അപ്പൊ 1 മില്യൺ കൂടി നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ക്ലെയിം ചെയ്യാൻ പറ്റും? 14. 13 - 13 + 14 ടാക്സ് ബേസ് 14, ക്യാരി വാല്യൂ 13. ഏത് കൂടി? ടാക്സ് ബേസ് കൂടി. അതിന് മീനിങ് എന്താ? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എത്ര കിട്ടി? 1 കിട്ടി. ഇന്ന് ടോട്ടൽ ചെയ്യുക. ഇവിടെ 4 4 - 3 പോയ 1. അപ്പൊ ടോട്ടൽ കിട്ടി 1. അത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് 1 മില്യൺ. അതിന്റെ ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ 30% മൾട്ടിപ്ലൈ ചെയ്യാം. 1 മില്യൺ × 30%. ഇതാണ് ഡെഫേർഡ് ടാക്സ് പ്രൊവിഷൻ. 3 ലക്ഷം കേട്ടോ. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും.